ഹലോ എവരി വൺ, എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ക്ലോവർ ടീച്ചേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 5 ഹിന്ദിയിലെ 9th ചാപ്റ്ററായ ന്യായ് ആണ്. ന്യായ് എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ്, അതായത് ന്യായം അല്ലെങ്കിൽ നീതി. ഇതൊരു നാടകമാണ്. അപ്പോൾ നാടകമാകുമ്പോൾ അതിൽ കഥാപാത്രങ്ങളും ഉണ്ടാകും, ക്യാരക്ടേഴ്സും ഉണ്ടാകും. ആദ്യം നമുക്ക് കഥാപാത്രങ്ങളെ പരിചയപ്പെടാം. പാത്ര പരിചയ്. സിദ്ധാർത്ഥ്. കപിൽ വസ്തു കെ രാജ്കുമാർ. കപിൽ വസ്തു എന്ന പ്രദേശത്തെ രാജകുമാരനായിരുന്നു സിദ്ധാർത്ഥ്. ശുദ്ധോദൻ. കപിൽ വസ്തു കെ മഹാരാജ. കപിൽ വസ്തു എന്ന സ്ഥലത്തെ മഹാരാജാവായിരുന്നു ശുദ്ധോദൻ. സഖ. സഖ എന്ന് പറഞ്ഞാൽ സിദ്ധാർത്ഥ് കാ മിത്ര, സിദ്ധാർത്ഥിൻ്റെ സുഹൃത്ത്, സിദ്ധാർത്ഥിൻ്റെ ഫ്രണ്ടാണ് സഖ. ദേവദത്ത്. സിദ്ധാർത്ഥ് കാ ചചേരാബായി. ചചേരാബായി എന്ന് പറഞ്ഞാൽ ചാച്ചായ ചാച്ചി കാ ബേട്ട. ചാച്ച ഇളയച്ചൻ്റെയോ ഇളയമ്മയുടെയോ മകനാണ് ചചേരാബായി. അപ്പോൾ സിദ്ധാർത്ഥിൻ്റെ ഇളയച്ചൻ്റെ അല്ലെങ്കിൽ ഇളയമ്മയുടെ മകനാണ് ദേവദത്ത്. മന്ത്രി. മഹാരാജാ കാ മന്ത്രി. മഹാരാജാവിൻ്റെ മന്ത്രി. പ്രതിഹാരി. പ്രതിഹാരി എന്ന് പറഞ്ഞാൽ ദർബാർ കെ പ്രവേശ് ദ്വാർ കി രഖ്വാലി കർണേവാല, അതായത് രാജസദസ്സിൻ്റെ കവാടം, അതിന് കാവൽ നിൽക്കുന്ന ആള് പ്രതിഹാരി. അപ്പം നാടകമാവുമ്പോൾ അതിന് സ്റ്റേജ് ഉണ്ടാകും, ഒരു നാടകവേദി ഉണ്ടാകും. അതിനാണ് രംഗ്മഞ്ച് എന്ന് പറയുന്നത്. പെഹ്ലാ ദൃശ്യം. അപ്പോൾ ആദ്യത്തെ ദൃശ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. രംഗ്മഞ്ച് പർ രാജ് ഉദ്യാൻ കാ ഏക് ദൃശ്യം. രംഗ്മഞ്ച് നാടകമാണ്, അപ്പോൾ സ്റ്റേജ് ഉണ്ടാകും, നാടകവേദി ഉണ്ടാകും. അതിനാണ് രംഗ്മഞ്ച് എന്ന് പറയുന്നത്. രംഗ്മഞ്ച് പർ രാജ് ഉദ്യാൻ കാ ഏക് ദൃശ്യം. പൂന്തോട്ടത്തിലെ, രാജകൊട്ടാരത്തിലെ പൂന്തോട്ടം, അതിൻ്റെ ഒരു ദൃശ്യമാണ് കാണാനുള്ളത്. സന്ധ്യാകാൽ. അപ്പോൾ സന്ധ്യാസമയമാണ്. മഞ്ച് പർ ലാലിമ. സ്റ്റേജിൽ ചുവപ്പ് കളറാണുള്ളത്. ലാലിമ എന്ന് പറഞ്ഞാൽ റെഡ് കളർ. സന്ധ്യാസമയം, സൂര്യൻ അസ്തമിക്കുന്ന സമയമാണ്, അപ്പോൾ ചുവപ്പ് നിറമാണ്. കിരണേ ചിത്ര ബനാത്തി ഹെ. സൂര്യൻ്റെ കിരണങ്ങൾ ചിത്രം വരയ്ക്കുന്നു, അതായത് സന്ധ്യ, സൂര്യൻ അസ്തമിക്കുന്ന ആ സമയമാണ്. പുഷ്പ് ജൂംതേ ഹെ. പൂക്കൾ ആടുന്നു. ദൂർ നേപഥ്യമേ വൻസേ ലൗട്ത്തി ഗായോം കാ സ്വർ ഉഠ്താ ഹുവ. ദൂരെ നേപഥ്യമേ. നേപഥ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പർദ്ദേക്ക് പീച്ചേ കാ സ്ഥാൻ, അതായത് കർട്ടൻ്റെ, സ്റ്റേജിൻ്റെ കർട്ടൻ്റെ പുറകു വശത്ത് നിന്ന്. അപ്പോൾ അവിടെ വനമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ദൂരെ വനത്തിൽ നിന്ന്. വൻസേ ലൗട്ടി ഗായോം കാ സ്വർ ഉഠ്താ ഹുവ. വനത്തിൽ നിന്ന് തിരിച്ചു വരുന്ന, കാട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന പശുക്കളുടെ സൗണ്ട് ഉയർന്ന് കേൾക്കുന്നുണ്ട്. നേപഥ്യമേ, അതായത് ഈ കർട്ടൻ്റെ, സ്റ്റേജിലെ കർട്ടൻ്റെ പുറകുവശത്ത് നിന്ന് എന്താണ് കേൾക്കുന്നത്? പശുക്കൾ, കാട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന പശുക്കളുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. പക്ഷി വിതാക്ക ഗാൻ ഗാത്തേ ഹെ. പക്ഷികൾ വിതാക്ക ഗാൻ ഗാത്തേ, അതായത് അവരൊക്കെ തിരിച്ച് കൂടണയുകയാണ്. ആ പക്ഷികളുടെ ആ ചിലപ്പ്, അവരുടെ കളകള ശബ്ദം കേൾക്കുന്നുണ്ട്. उद्यान में इस समय कपिल वस्तु के राजकुमार सिद्धार्थ प्रसन्न मन एक वेदी पर बैठे हैं. ഉദ്യാൻ മേ ഇസ് സമയ, ഈ സമയത്ത് തോട്ടത്തിലെ, പൂന്തോട്ടത്തിലെ കപിൽ വസ്തു കെ രാജ്കുമാർ, കപിൽ വസ്തുവിലെ രാജകുമാരനായ സിദ്ധാർത്ഥ് പ്രസന്ന മൻ, സന്തോഷമായ, അതായത് സന്തോഷത്തോടു കൂടി, പ്രസന്ന മൻ സന്തോഷമായ മനസ്സ്, അതായത് സന്തോഷത്തോടു കൂടി, ഏക് വേദി പർ ബൈഠേ ഹെ, ഒരു സ്ഥാനത്ത്, ഒരു വേദിയിൽ ഇരിക്കുകയാണ്. പാസ് ഹി ഉൻക ഏക് സഖാ ഹെ, അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടും ഉണ്ട്. സഖ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ. ദോനോ ബാത്തേ കർ രഹേ ഹെ, രണ്ടുപേരും സംസാരിക്കുകയാണ്. ഇതാണ് ദൃശ്യം അവിടെ കാണാനുള്ളത്. ഇനി അവർ തമ്മിലുള്ള സംസാരമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. സിദ്ധാർത്ഥ അവൻ്റെ സുഹൃത്തിനോട് പറയുകയാണ്, देखो मित्र, कैसा सुहावना समय है, कैसी शांति है. पक्षी लौट रहे हैं, वे अपने बच्चों से मिलने को व्याकुल है और गायें अपने बच्चों को प्यार करने के लिए उतावली हो रही है. देखो मित्र, നോക്കൂ കൂട്ടുകാരാ, कैसा सुहावना समय है, എത്ര മനോഹരമായൊരു സമയമാണ്, എത്ര
സന്തോഷം നൽകുന്ന ഒരു സമയമാണ്. കേസി ശാന്തി ഹെ, എന്തൊരു ശാന്തതയാണ്. പക്ഷി ലൗട്ട് രഹേ ഹെ, പക്ഷികൾ തിരിച്ച് വരികയാണ്, കൂടണയാൻ പോവുകയാണ്. വേ അപ്പനെ ബച്ചോ സെ മിൽനെ കോ വ്യാകുൽ ഹെ, അവർ തൻ്റെ കുഞ്ഞുങ്ങളെ കാണാനായിട്ട് വ്യാകുൽ ഹെ, അതായത് തിരക്ക് കൂട്ടുകയാണ്, അസ്വസ്ഥരാണ്. അവർക്ക് പെട്ടെന്ന് അവരുടെ കുഞ്ഞുങ്ങളെ കാണണം. വ്യാകുൽ ഹെ എന്ന് പറഞ്ഞാൽ ബേചൈൻ ഹെ. और गाय अपने बछड़ों को प्यार करने के लिए उतावली हो रही है. അതുകൂടാതെ പശുക്കൾ തൻ്റെ പശുക്കുട്ടികളെ, ബച്ചട എന്ന് പറഞ്ഞാൽ പശുക്കുട്ടി അല്ലെങ്കിൽ കന്നുകുട്ടി, പശുക്കുട്ടികളെ സ്നേഹിക്കാനായിട്ട്, പശുക്കുട്ടികളുടെ അടുത്തെത്താനായിട്ട് ഉത്താവലി ഹോ രഹി ഹെ, ഉത്താവലി എന്ന് പറഞ്ഞാൽ തിടുക്കം കാണിക്കുകയാണ്. ഗായോं के बछड़े बच्चियों के रंबाने के स्वर उठते हैं. അപ്പോൾ അവിടെ നിന്ന് എന്താണ് കേൾക്കുന്നത്? സ്റ്റേജിൽ നിന്ന് എന്താണ് കേൾക്കുന്നത്? പശുക്കുട്ടികളുടെയും പിന്നെ ഒക്കെ എന്താണ് രംബാനേക്ക് സ്വർ. രംബാന എന്ന് പറഞ്ഞാൽ മൂവിങ്, അതായത് പശുക്കൾ കരയുന്ന ശബ്ദം, അതിങ്ങനെ കേൾക്കുന്നുണ്ട്, സ്റ്റേജിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരൻ എന്താ പറയുന്നത്? ഹാ കുമാർ സുനോ ബച്ടെ കേസെ സ്നേഹ സെ പുക്കാർ രഹേ ഹെ. ആ കുമാര, കേൾക്കൂ, ഈ പശുക്കുട്ടികൾ എങ്ങനെയാണ് സ്നേഹത്തോടു കൂടി വിളിക്കുന്നത്? പുക്കാർ രഹേ ഹെ, വിളിക്കുന്നത്. भला कुमार वे कैसे जानते हैं कि यह समय उनकी माओं के घर लौटने का है. പക്ഷേ കുമാര, അവർക്ക് എങ്ങനെ അറിയാം, അവരെങ്ങനെയാണ് അറിയുന്നത് ഈ സമയം ഉൻകി മാവോങ്കി, അവരുടെ അമ്മമാർ ഘർ ലൗട്ട്നെ കാ ഹെ, അവരുടെ അമ്മമാർ വീട്ടിലേക്ക് തിരിക്കുന്ന സമയമാണ് എന്ന് പശുക്കുട്ടികൾക്ക് എങ്ങനെ അറിയാം? അവർ കരയുന്നുണ്ട്, അവർക്ക് എങ്ങനെയാണത് മനസ്സിലാകുന്നത്? അപ്പോൾ സിദ്ധാർത്ഥ് എന്താണ് പറയുന്നത്? तुम्हारी बात तो ठीक है, पर मित्र देखो ना, जब भोजन का समय होता है तो हमें अपने आप भूख लगाती है. तुम्हारी बात तो ठीक है, നീ പറയുന്നതൊക്കെ ശരി തന്നെയാണ്. पर मित्र, പക്ഷേ കൂട്ടുകാരാ, देखो ना, നോക്കൂ, जब भोजन का समय होता है तो നമുക്ക് ഫുഡ് കഴിക്കുന്ന സമയമാകുമ്പോൾ, ഭോജൻ എന്ന് പറഞ്ഞാൽ ആഹാരം കഴിക്കുന്ന സമയമാകുമ്പോൾ ഹമേ അപ്പനെ ആപ്പ് ഭൂക്ക് ലഗാത്തി ഹെ, നമുക്ക് അങ്ങനെ തന്നെ വിശക്കുന്നു. ഭക്ഷണം കഴിക്കുന്ന സമയമാകുമ്പോൾ നമുക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ സഖ പറയുകയാണ്, ഹാ കുമാർ യെ ബാത് തോ ഹേ സോനയ്ക്ക് വക്ത് നീന്ത് ബി ആ ജാത്തി ഹെ. അത് ശരി തന്നെയാണ്, ഉറങ്ങേണ്ട സമയമാകുമ്പോൾ, സോനയ്ക്ക് വക്ത് ഉറങ്ങേണ്ട സമയമാകുമ്പോൾ, നീന്ത് ബി ആ ജാത്തി ഹെ, ഉറക്കവും വരുന്നു. സോന എന്ന വേർഡിന് 2 അർത്ഥങ്ങളുണ്ട്. സോന സ്വർണ്ണം, പിന്നെ സോന ഉറങ്ങുക. 2 അർത്ഥങ്ങളുണ്ട്, സന്ദർഭത്തിനനുസരിച്ചാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഉറങ്ങേണ്ട സമയമാകുമ്പോൾ നമുക്ക് ഉറക്കവും വരുന്നു. അപ്പോൾ സിദ്ധാർത്ഥ് എന്താ പറയുന്നത്? ഏസാ കേസേ ഹോ ജാതാ ഹെ മിത്ര, ബഡേ അജ്രജ് കി ബാത് ഹെ. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് കൂട്ടുകാരാ? ബഡേ അജ്രജ് കി ബാത് ഹെ, വളരെ ആശ്ചര്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. അജ്രജ് എന്ന് പറഞ്ഞാൽ ആശ്ചര്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. അപ്പം കൂട്ടുകാരൻ പറയുകയാണ്, അജ്രജ് തോ ഹേ ഹി ദേഖോന, സൂരജ് രോജ് സവേരെ പൂരബ് സെ നിക്കൽത്താ ഹെ ഓർ ഷാം കോ പശ്ചിം മേ ഛിപ് ജാത്താ ഹെ. അജ്രജ് തോ ഹേ ഹി, ആശ്ചര്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. നോക്കൂ, സൂര്യൻ ദിവസവും അതിരാവിലെ പൂരബ് സെ നിക്കൽത്താ ഹെ, കിഴക്ക് ഭാഗത്ത് നിന്ന് ഉദിക്കുന്നു. ഓർ ഷാം കോ പശ്ചിം മേ ഛിപ് ജാത്താ ഹെ, വൈകുന്നേരമാകുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് ഒളിക്കുന്നു, അതായത് പടിഞ്ഞാറ് ഭാഗത്ത് അസ്തമിക്കുന്നു. ഛിപ് ജാത്താ ഹെ എന്ന് പറഞ്ഞാൽ ഒളിക്കുന്നു. സിദ്ധാർത്ഥ് പറയുകയാണ്, ഓർ ഗർമി ഹർ സാൽ ഏക് ഹി സമയ പർ ശുരു ഹോത്തി ഹെ. ചൂടുകാലം, വേനൽക്കാലം എല്ലാ വർഷവും ഒരേ സമയത്ത് തന്നെയാണ് ആരംഭിക്കുന്നത്. പാനി ബി ഹർ സാൽ നിയത് സമയ പർ പടുത്താ ഹെ. വെള്ളവും, അതായത് മഴ പെയ്യുന്നതും ഓരോ വർഷവും അതിൻ്റേതായ സമയത്ത് തന്നെയാണ്. ऐसा मालूम होता है कि हर वस्तु का एक स्वभाव होता है. ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഓരോരോ വസ്തുവിനും ഓരോരോ സ്വഭാവങ്ങളുണ്ട്, ഓരോന്നും അതിൻ്റേതായ സമയത്ത് അതിൻ്റേതായ രീതിയിലാണ് നടക്കുക. അപ്പോൾ എന്താണ് കേൾക്കുന്നത്? പക്ഷിയോങ്കെ ഉടനേക്ക് ഫഡ്ഫഡാഹട്ട്, പക്ഷികൾ ചിറകടിച്ച് ഉയരുന്ന ആ ചിറകടിക്കുന്ന ശബ്ദം കേൾക്കുന്നു, സ്റ്റേജിൽ നിന്ന് കേൾക്കുന്നു. കൂട്ടുകാരൻ പറയുകയാണ്, ഊപ്പർ ദേഖ്തേ ഹുവേ, മുകളിലോട്ട് നോക്കിക്കൊണ്ട് കൂട്ടുകാരൻ പറയുന്നു, ഹാ ഷായദ് യഹി ബാത് ഹെ, ഒരു പക്ഷേ ഇത് തന്നെയായിരിക്കും കാര്യം. അരേ കുമാർ ഊപ്പർ തോ ദേഖോ, മുകളിലോട്ട് നോക്കിക്കൊണ്ട് പറയുകയാണ്,
കുമാര ഒന്ന് മുകളിലോട്ട് നോക്കൂ, ഊപ്പർ ദേഖോ, മുകളിലേക്കൊന്ന് നോക്കൂ. കേസി സുന്ദർ പക്ഷി ഹെ, എന്ത് മനോഹരമായ പക്ഷിയാണ്, എന്ത് ഭംഗിയുള്ള പക്ഷിയാണ്. സിദ്ധാർത്ഥ് ഊപ്പർ ദേഖ്തേ ഹുവേ, സിദ്ധാർത്ഥ് മുകളിലോട്ട് നോക്കുന്നു. അരേ മിത്ര യേ തോ രാജഹംസ് ഹെ, കൂട്ടുകാര ഇത് രാജഹംസമാണ്. രാജഹംസ് എന്ന് പറഞ്ഞാൽ ഫ്ലെമിംഗോ, അതായത് അരയന്നം. ഇത് അരയന്നമാണ്. സഖാ ദേഖോ ഇക്കട്ടെ ഉഡ്തേ ഹുവേ യേ കേസേ അച്ഛേ ലഗ്തേ ഹെ, നോക്കൂ ഇത് ഒരുമിച്ച് പറക്കുമ്പോൾ എന്ത് ഭംഗിയാണ് കാണാൻ, എന്ത് രസമാണ് കാണാൻ. സിദ്ധാർത്ഥ് സച്ച് മുച്ച് അച്ഛേ ലഗ്തേ ഹെ, സത്യം നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഗർദൻ തോ ദേഖോ, ഇതിൻ്റെ കഴുത്തൊന്ന് നോക്കൂ. ഗർദൻ കഴുത്ത്, ഇതിൻ്റെ കഴുത്തൊന്ന് നോക്കൂ. കേസേ ആകേക്കോ നിക്കലി ഹുയി ഹെ, മുന്നോട്ടിങ്ങനെ ഉന്തിയിട്ടാണ് നിൽക്കുന്നത്. ജേസെ ഹവാമേ തൈർ രഹേ ഹെ, ഇത് കാട്ടിൽ നീന്തുകയാണെന്ന് തോന്നും. ജേസെ ഹവാമേ തൈർ രഹേ ഹെ, ഈ രാജഹംസ് കാട്ടിൽ നീന്തുകയാണെന്ന് തോന്നും, വായുവിൽ നീന്തുകയാണെന്ന് തോന്നും. തൈർന എന്ന് പറഞ്ഞാൽ നീന്തുക. അപ്പോൾ കൂട്ടുകാരൻ പറയുകയാണ്, ഓർ തും ക്യാ സമജ്തേ ഹോ കുമാർ, ഈ തൈർ തോ രഹേ ഹി ഹെ, പിന്നെ നീ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്, അത് നീന്തുക തന്നെയാണ്. പാനി പർ ചലന തൈർന കഹലാത്ത ഹെ, വെള്ളത്തിൽ പോകുന്നതിന് നീന്തുക എന്ന് പറയുന്നു. ഓർ ഹവാമേ ചലന ഉടന, വായുവിൽ പോകുന്നതിന്, വായുവിൽ പറക്കുന്നതിന് പറക്കുക എന്ന് പറയുന്നു. ഉടന പറക്കുക എന്ന് പറയുന്നു. സിദ്ധാർത്ഥ് ഹസ്കർ, സിദ്ധാർത്ഥ് ചിരിച്ചുകൊണ്ട്. സച്ച് മിത്ര, സത്യം കൂട്ടുകാര. തും തോ ബഹുത് ബാത്തേ ജാൻതേ ഹോ, നിനക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. സഖാ ഹസ്കർ ചിരിച്ചുകൊണ്ട്. പർ തുംസേ കം, പക്ഷേ നിൻ്റെ അത്ര എനിക്കറിയില്ല, നിന്നേക്കാളും കുറവേ എനിക്ക് അറിയുള്ളൂ. ഗുരുജി കഹത്തെ ഥേ കി സിദ്ധാർത്ഥ് പിछले ജന്മ മേ കോയി യോഗി ഥാ, ഗുരുജി പറയുമായിരുന്നു സിദ്ധാർത്ഥ് പിछले ജന്മ മേ, കഴിഞ്ഞ ജന്മത്തിൽ സിദ്ധാർത്ഥ് ഏതോ ഒരു യോഗി ആയിരുന്നു. യോഗി എന്ന് പറഞ്ഞാൽ നല്ല അറിവുള്ള ആൾ, പിന്നെ പണ്ഡിതൻ. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ സിദ്ധാർത്ഥ് ഒരു യോഗി ആയിരുന്നു എന്ന് ഗുരുജി പറയുമായിരുന്നു. സിദ്ധാർത്ഥ് അജരജ് സെ, അതായത് ആശ്ചര്യത്തോടു കൂടി. സച്ച് സത്യം, സഖ സച്ച് സത്യം. സിദ്ധാർത്ഥ് ഊപ്പർ ദേഖ്തേ ദേഖ്തേ, സിദ്ധാർത്ഥ് മുകളിലേക്ക് നോക്കിക്കൊണ്ട്. അച്ഛി ബാത് ഹെ, മേ ഗുരുജി സെ പൂച്ചൂങ്ക യോഗി കിസേ കഹത്തെ ഹെ. അരേ മിത്ര ദേഖോ യേ ക്യാ ഹുവാ, അപ്പോൾ മുകളിലേക്ക് നോക്കിക്കൊണ്ട് സിദ്ധാർത്ഥ് കൂട്ടുകാരനോട് പറയുകയാണ്, അച്ഛി ബാത് ഹെ, നല്ല കാര്യമാണ്. മേ ഗുരുജി സെ പൂച്ചൂങ്ക, ഞാൻ ഗുരുജിയോട് ചോദിക്കും. യോഗി കിസേ കഹത്തെ ഹെ, യോഗി എന്ന് പറയുന്നത് ആരെയാണ്. അരേ മിത്ര ദേഖോ യേ ക്യാ ഹുവാ, കൂട്ടുകാരാ നോക്കൂ ഇതെന്താ സംഭവിച്ചത് നോക്കൂ, പെട്ടെന്ന് അങ്ങനെ പറയുകയാണ് മുകളിലേക്ക് നോക്കിക്കൊണ്ട്. സഖ ഗബരാക്കർ, പേടിച്ചുകൊണ്ട്. അപ്പോൾ കൂട്ടുകാരൻ പേടിച്ചുകൊണ്ട്. ക്യാ ഹുവാ കുമാർ, എന്ത് പറ്റി കുമാരാ. അരേ യേ കിസ്നെ തീർ ചലായ, ആരാണ് അമ്പ് ചെയ്തത്, ഇത് ആരാണ് അമ്പ് ചെയ്തത്. തീർ എന്ന് പറഞ്ഞാൽ ആരോ. സിദ്ധാർത്ഥ് ഉത്താവല, അതായത് സിദ്ധാർത്ഥ് തിടുക്കത്തിൽ. ഓർ ഉസ് പക്ഷി കോ ദേഖോ, ആ പക്ഷിയെ നോക്കൂ. വ കിസ് തേസി സെ ധർത്തി പർ ഗിർ രഹാ ഹെ, അത് എത്ര പെട്ടെന്നാണ് ഭൂമിയിലേക്ക് വീഴുന്നത്. ധർത്തി ഭൂമി, തേസി സെ എന്ന് പറഞ്ഞാൽ സ്പീഡിൽ. ധർത്തി പർ ഗിർ രഹാ ഹെ, വീഴുന്നു. സഖ, അപ്പം സിദ്ധാർത്ഥിൻ്റെ കൂട്ടുകാരൻ പറയുകയാണ്, ഉസി തര വ ഘായൽ ഹോ ഗയാ ഹെ, അതിന് മുറിവേറ്റിട്ടുണ്ട്. ഘായൽ എന്ന് പറഞ്ഞാൽ ഇഞ്ചേർഡ്, അതിന് മുറിവേറ്റിട്ടുണ്ട്. ഉസ്കി ചീക്ക് തോ സുനോ, അതിൻ്റെ കരച്ചിലൊന്ന് കേൾക്കൂ, മുറിവേറ്റിട്ടുള്ള ആ കരച്ചിൽ കേൾക്കൂ. ഓർ ബാക്കി പക്ഷി കേസേ പ്രാൺ ലേക്കർ ഭാഗ് രഹേ ഹെ, ബാക്കിയുള്ള പക്ഷികൾ ജീവനും കൊണ്ട് എങ്ങനെയാണ് ഓടുന്നതെന്ന് നോക്കൂ. ഭാഗ് രഹേ ഹെ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുകയാണ്, ഓടി രക്ഷപ്പെടുകയാണ്, പറന്ന് രക്ഷപ്പെടുകയാണ്. ഹൻസ് കി ചീക്ക്, ഹംസത്തിൻ്റെ, രാജഹംസത്തിൻ്റെ കരച്ചിലാണ് കേൾക്കുന്നത്, അലറി കരയുകയാണ്. ഉസ്കാ ഭൂമി പർ ആത്തെ ഹുവേ ദിക്കായി ദേന, അത് ഭൂമിയിലേക്ക് വീഴുന്നതായിട്ട് കാണുന്നു, നിലത്തേക്ക് വീഴുന്നതായിട്ട് കാണുന്നു. സിദ്ധാർത്ഥ് ആകെ പഠിത്തേ, സിദ്ധാർത്ഥ് മുന്നോട്ട് പോകുന്നു. ഹൻസ് ഉൻകി ഗോദിമേ ആഗിർത്താ ഹെ, രാജഹംസം സിദ്ധാർത്ഥിൻ്റെ കയ്യിലേക്ക്, മടിയിലേക്ക് അങ്ങ് വീഴുന്നു. ഉസ്കെ ശരീരമേ തീർ ലഗാ ഹുവാ ഹെ, രാജഹംസത്തിൻ്റെ ശരീരത്തിൽ അമ്പ് തുളച്ച് കയറിയിട്ടുണ്ട്. ഓർ ഖൂൻ ബഹ് രഹാ ഹെ,
രക്തം ചൊരിയുന്നുണ്ട്. കുമാർ കരുണാസെ ഭർക്കർ ഉസേ സംഭാൽത്തെ ഹെ. രാജകുമാരൻ ദയോടുകൂടി അതിനെ നോക്കുന്നു, അതിന് വേണ്ട ശുശ്രൂഷകൾ ചെയ്യുന്നു, അതിന് കെയർ ചെയ്യുന്നു. സിദ്ധാർത്ഥ് കിസ് നിർദ്ദയിനെ ഇസ് ബോലെ ബാലെ പക്ഷിക്കോ ഘായൽ കിയാ ഹെ. എന്ത് നിർദ്ദയ, അതായത് ദയയില്ലാത്ത ആളാണ് ഈ പാവം പക്ഷിയെ ഇങ്ങനെ മുറിവേൽപ്പിച്ചത്. ഇസ്നെ കിസിക്ക ക്യാ ബിഗാഡാ ഹെ. ഇത് ആരുടെ എന്താണ് ഇല്ലാതാക്കിയത്? ബിഗാഡാ ഹെ അതായത് സ്പോയിൽഡ്. ഇത് എന്താണ്, ആരുടെയെങ്കിലും എന്തെങ്കിലും ഇത് നശിപ്പിച്ചിട്ടുണ്ടോ? ആരാണ് ഇത്രയും ദയയില്ലാത്ത ഈ ചെയ്തത്? ഇതിനെ അമ്പ ചെയ്ത് വീഴ്ത്തിയത് ആരാണ്? അപ്പോൾ കൂട്ടുകാരൻ പറയുകയാണ്, ഈ സുന്ദർ ജോ ഹെ പ്യാര ജോ ലഗ്താ ഹെ. നല്ല ഭംഗിയുള്ള പക്ഷിയാണ്. എന്തൊരു പ്യാര, അതായത് നല്ലൊരു പാവം പക്ഷിയാണ്, നല്ല ഭംഗിയുള്ളൊരു പക്ഷിയാണ്. പ്യാര ഹെ. സിദ്ധാർത്ഥ് തീർ നിക്കാൽത്തെ ഹോ. സിദ്ധാർത്ഥ് എന്ത് ചെയ്യുന്നു? അതിൻ്റെ ശരീരത്തിൽ നിന്ന് അമ്പ് ഇങ്ങെടുത്ത് കളയുന്നു. ക്യോ ക്യാ സുന്ദർ ഹോന പാപ് ഹെ. ഭംഗി ഉണ്ടാവുന്നത് പാപമാണോ, തെറ്റാണോ? ക്യാ പ്യാര ലഗ്ന ബുരാ ഹെ. ഇത്രയും ഭംഗി ഉണ്ടാകുന്നത്, സുന്ദരമായിരിക്കുന്നത് അത് തെറ്റായ കാര്യമാണോ? മാ ജബ് മുझसे कहती है सिद्धार्थ तुम कितने प्यारे हो तो वे मुझे मारती नहीं बल्कि और भी ज़्यादा प्यार करती है. മാ ജബ് മുझसे कहती है. അമ്മ എന്നോട് പറയുമ്പോൾ, സിദ്ധാർത്ഥ് തും കിത്തനെ പ്യാരെ ഹോ. സിദ്ധാർത്ഥ് നീ എത്ര ക്യൂട്ടാണ് എന്ന് അമ്മ എന്നോട് പറയുമ്പോൾ, തോ വേ മുझे മാർത്തി നഹി. അപ്പോൾ അമ്മ എന്നെ അടിക്കുകയല്ല ചെയ്യുന്നത്, എന്നെ കൊല്ലുകയല്ല ചെയ്യുന്നത്. ബൽക്കി ഓർ ബി ജ്യാദാ പ്യാർ കർത്തി ഹെ. അത് എന്നെ വീണ്ടും സ്നേഹിക്കുകയാണ്, ഒരുപാട് സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. तीर निकल जाने पर हंस सुग मानता है और बड़े अनुराग से कुमार की गोदी में चिपक जाता है. कुमार स्नेह से उसके शरीर पर हाथ फेरते हैं. അപ്പോൾ നടക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. തീർ നിക്കൽ ജാനേപ്പർ, അതിൻ്റെ ശരീരത്തിൽ നിന്ന് സിദ്ധാർത്ഥ് അമ്പിങ്ങെടുത്ത് കളഞ്ഞല്ലോ. തീർ നിക്കൽ ജാനേപ്പർ ഹൻസ് സുഖമാൻതാ ഹെ. അപ്പോൾ സുഖമായിട്ട് ഇരിക്കുന്നു, അത് വേദന അതിന് മാറി. और बड़े अनुराग से कुमार की गोदी में चिपक जाता है. സ്നേഹത്തോടു കൂടി സിദ്ധാർത്ഥിൻ്റെ മടിയിൽ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്നു. ചിപക് ജാത ഹെ, അതായത് ഒട്ടി നിൽക്കുന്നു. കുമാർ സ്നേഹസെ ഉസ്കെ ശരീര പർ ഹാത്ത് ഫേർത്തെ ഹെ. കുമാരൻ സ്നേഹത്തോടു കൂടി അതിൻ്റെ ശരീരത്തെ തലോടുന്നു. ഹാത്ത് ഫേർത്തെ ഹെ അതായത് കൈകൊണ്ട് തഴുകുന്നു. സിദ്ധാർത്ഥ് ക്യാ തുമാരാ മൻ ഇസ്കോ മാർനെ കോ ചാഹതാ ഹെ. അപ്പോൾ സിദ്ധാർത്ഥ് തൻ്റെ ഫ്രണ്ടിനോട് ചോദിക്കുകയാണ്, നിൻ്റെ മനസ്സിൽ ഇതിനെ കൊല്ലണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ, ആഗ്രഹമുണ്ടോ? തുമാരാ മൻ ഇസ്കോ മാർനെ കോ ചാഹതാ ഹെ. അതിനെ കൊല്ലാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? സഖ കാംതാസ. കുമാർ വിറച്ചുകൊണ്ട് കൂട്ടുകാരൻ പറയുകയാണ്, കുമാർ അങ്ങനെ പറയല്ലേ എന്ന രീതിയിൽ കൂട്ടുകാരൻ പറയുകയാണ്. സിദ്ധാർത്ഥ് ബത്താവോ സഖേ ദേഖോ തോ ഇസ്കി ആകെ കിത്തനി ഭോലി ഹെ. പറയൂ കൂട്ടുകാരാ, നോക്കൂ ഇതിൻ്റെ കണ്ണുകൾ എത്ര നിഷ്കളങ്കമാണ്. ഇസ്കോ ചൂനേമേ കിത്തന് സ്നേഹ പേദ ഹോത്ത ഹെ. ഇതിനെ തൊടുമ്പോൾ എത്ര സ്നേഹമാണ് ഉണ്ടാവുന്നത്. നല്ല കോമളമായ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പക്ഷിയാണ്. ഇതിനെ ആർക്കെങ്കിലും കൊല്ലാനായിട്ട് തോന്നുമോ? ഇതിനെ തൊടുമ്പോൾ നമുക്ക് സ്നേഹമാണ് വരുന്നത്, ഇതിനോട് സ്നേഹമാണ് നമുക്ക് തോന്നുക. സഖ സാസ് കീജ്കർ നഹി കുമാർ മേ ഇസ്കോ നഹി മാർ സക്കൂങ്ക. ഇല്ല കുമാര, എനിക്കിതിനെ കൊല്ലാൻ കഴിയില്ല. സാസ് കീജ്കർ ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് പറയുകയാണ്, ഇല്ല കുമാര, എനിക്കിതിനെ കൊല്ലാൻ കഴിയില്ല. സിദ്ധാർത്ഥ് तुम ही नहीं मित्र कोई भी व्यक्ति जिसके पास हृदय है इन निर्दोष पक्षियों को नहीं मार सकेगा. നീ മാത്രമല്ല കൂട്ടുകാരാ, കോയി ബി വ്യക്തി ഏതൊരു വ്യക്തിയും, ജിസ്കെ പാസ് ഹൃദയ ഹെ ആരുടെ അടുത്താണോ ഹൃദയമുള്ളത്, ഈ നിർദോഷ് പക്ഷിയോങ്കോ ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാത്ത ഈ പക്ഷികളെ കൊല്ലാൻ കഴിയില്ല. ആർക്കും, ഒരു ഹൃദയമുള്ള വ്യക്തിക്കും അങ്ങനെ കൊല്ലാൻ കഴിയില്ല. ലേക്കിൻ ഹാ തും ദോഡ്കർ രാജവൈദ്യസെ മർഹം തൊലയാവോ. നീ ഓടിപ്പോയിട്ട് രാജവൈദ്യനിൽ നിന്ന് മർഹം എന്ന് പറഞ്ഞാൽ തൈലം എന്നാണ് അർത്ഥം, ഓയിൽമെൻറ്റ്, അത് ഒന്ന് വാങ്ങി വരൂ. ലേ ആവും, അത് വാങ്ങിച്ചിട്ട് വരൂ. സഖ അഭി ജാത്താ ഹൂം, ഇപ്പോൾ തന്നെ പോകാം. സഖ ജാത്താ ഹേ തബി കുമാർ ദേവദത്ത് തേജി സെ ആത്തെ. അപ്പം സഖ പോകുന്നു, വൈദ്യൻ്റെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ ദേവദത്ത്, അതായത് ഈ സിദ്ധാർത്ഥിൻ്റെ ചച്ചേരാബായി,
അതായത് കസിൻ ബ്രദറാണ്. അദ്ദേഹം സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക് വരുന്നു. ദേവദത്ത് തേജീസെ ആത്തെ സ്പീഡിൽ വരുന്നു. ദേവദത്ത് പറയുന്നു, അഭി മേനെ ഏക് ഉഡ്ത്തെ ഹുए ഹൻസ് കോ തീർ മാർക്കർ നീച്ചെ ഗിരായാ था. ഇപ്പോൾ ഒരു പറന്നു പോകുന്ന ഹംസത്തെ ഞാൻ അമ്പ ചെയ്ത് വീഴ്ത്തിയിരുന്നു. അപ്പോൾ ആരാണ് ഈ ഹംസത്തെ അമ്പ ചെയ്ത് വീഴ്ത്തിയത്? സിദ്ധാർത്ഥിൻ്റെ കസിൻ ബ്രദറായ ദേവദത്താണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അഭി മേനെ ഏക് ഉഡ്ത്തെ ഹുए ഹൻസ് കോ തീർ മാർക്കർ നീച്ചെ ഗിരായാ था. താഴെ വീഴ്ത്തിയിരുന്നു. മേനെ അപ്നി ആഘോസെ ഉസെ ഗിർത്തെ ദേഖാ था. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് അത് വീഴുന്നത് കണ്ടിരുന്നു. വ ഇധർ കഹി ആയാ ഹെ. അത് എവിടെയോ ആണ് വന്നത്. ഹസ്കർ ചിരിച്ചുകൊണ്ട്, കുമാർ മേരാ ലക്ഷ്യ പൂരി തര സദ് ഗയാ ഹെ. അപ്പോൾ ചിരിച്ചുകൊണ്ട് ദേവദത്ത് പറയുകയാണ്, കുമാര, എൻ്റെ ലക്ഷ്യം ഇപ്പോൾ പൂരി തര സദ് ഗയാ ഹെ. മുഴുവനായിട്ട് എൻ്റെ ലക്ഷ്യം സദ് ഗയാ ഹെ. സദ് ഗയാ ഹെ എന്ന് പറഞ്ഞാൽ എന്താണ്? സിദ്ധ് ഹോ ഗയ. അതായത് എൻ്റെ ലക്ഷ്യം സാധിച്ചു, ലക്ഷ്യപ്രാപ്തിയിലെത്തി. കൽ മേ ഗുരുജി സെ കഹൂങ്ക തോ വേ കിത്തനെ പ്രസന്ന ഹോങ്കെ. നാളെ ഞാൻ എൻ്റെ ഗുരുജിയോട് പറയും. അപ്പോൾ അദ്ദേഹത്തിന് എത്ര സന്തോഷമാകും. തും മേരി ഗവാഹി ദോഗേന. നീ എൻ്റെ സാക്ഷ്യം പറയുകയില്ലേ? ഞാനിങ്ങനെ ഒരു പക്ഷിയെ അമ്പ ചെയ്ത് വീഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നാളെ എൻ്റെ ഗുരുജിയോട് പറയുമ്പോൾ നീ സാക്ഷി ആയിട്ട് പറയുകയില്ലേ? ഗവാഹി എന്ന് പറഞ്ഞാൽ സാക്ഷി. അപ്പോൾ അദ്ദേഹം സന്തോഷിക്കുകയാണ്, ദേവദത്ത് സന്തോഷിക്കുകയാണ്. സദ് ഗയാ ഹെ എന്ന് പറഞ്ഞാൽ എന്താണ്? സിദ്ധ് ഹോഗയ, അല്ലെങ്കിൽ പൂരാ ഹോഗയ, അല്ലെങ്കിൽ ഹാസിൽ ഹോഗയ എന്നൊക്കെയാണ് അർത്ഥം. കിസി ലക്ഷ്യക്ക് പ്രാപ്തി, ലക്ഷ്യം സാധിക്കുക. സിദ്ധാർത്ഥ്, മേ തുമാരി ഗവാഹി ദൂങ്ക ദേവദത്ത്. അപ്പോൾ സിദ്ധാർത്ഥ് പറയുന്നു, ഞാൻ നിൻ്റെ സാക്ഷ്യം പറയും ദേവദത്ത്. തുമ്നെ ഏക് നിർദോഷ് പക്ഷിക്കോ മാർനെ കാ പ്രയാസ് കിയാ ഹെ. നീ ഒരു പാവം പക്ഷിയെ കൊല്ലാനായിട്ടാണ് നീ ശ്രമിച്ചത്. ഇസ്കാ പ്രമാൺ യഹ് ഹംസ. അതിൻ്റെ പ്രൂഫാണ് ഈ ഹംസം. പ്രമാൺ എന്ന് പറഞ്ഞാൽ തെളിവ്, പ്രൂഫ്. सिद्धार्थ हंस को आगे बढ़ाते हैं. वह सहसा देवदत्त को देखकर चीखता है और सिद्धार्थ की गोद में दुबक जाता है. സിദ്ധാർത്ഥ് ഹൻസ് കോ ആകെ ബഡാത്തെ ഹെ. സിദ്ധാർത്ഥ് ഈ രാജഹംസത്തെ മുന്നോട്ട് കൊണ്ടുവരുന്നു. വ സഹസ ദേവദത്ത് കോ ദേഖകർ ചീഖ്താ ഹെ. അപ്പോൾ ഈ ഹംസം ദേവദത്തിനെ കണ്ടപ്പോൾ, സഹസ അചാനക്, സഹസ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദേവദത്തിനെ കണ്ടപ്പോൾ അത് അങ്ങ് അലറാനായിട്ട് തുടങ്ങി. ചീഖ്താ ഹെ. അപ്പം അതിന് മനസ്സിലായി ദേവദത്താണ് തന്നെ അമ്പ ചെയ്ത് വീഴ്ത്തിയതെന്ന്. അത് അലറാനായിട്ട് തുടങ്ങി. और सिद्धार्थ की गोद में दुबक जाता है. എന്നിട്ട് സിദ്ധാർത്ഥിൻ്റെ മടിയിലേക്ക് അങ്ങ് ദുബക് ജാത്താ ഹെ. ദുബക് ജാന എന്ന് പറഞ്ഞാൽ എന്താണ്? ചുപ് രഹന, അതായത് പതുങ്ങിയിരുന്നു. സിദ്ധാർത്ഥിൻ്റെ മടിയിൽ പതുങ്ങി അങ്ങിരുന്നു. ദുബക് ജാത്താ ഹെ, പതുങ്ങി ഇരിക്കുന്നു. ദേവദത്ത് സിദ്ധാർത്ഥിൻ്റെ അടുത്ത് ഈ ഹംസത്തെ കാണുന്നു. ദേവദത്ത് പറയുകയാണ്, ആഹാ മേരാ ഹംസ് തുമാരെ പാസ് ഹെ, ലാओ ഇസെ മുझे ദോ. എൻ്റെ ഹംസം നിൻ്റെ അടുത്തുണ്ടോ? തരൂ, എനിക്ക് തരൂ, ഇതിന് എനിക്ക് തരൂ. സിദ്ധാർത്ഥ്, ക്യൂ ദോ. ഞാൻ എന്തിനാണ് നൽകുന്നത്? ദേവദത്ത്, ക്യോങ്കി യഹ് മേരാ ഹെ. എന്തുകൊണ്ടെന്നാൽ അത് എൻ്റേതാണ്, ഈ രാജഹംസം എൻ്റേതാണ്. സിദ്ധാർത്ഥ്, ഇസ്കാ പ്രമാൺ. ഇതിന് എന്താണ് തെളിവ്? പ്രമാൺ എന്ന് പറഞ്ഞാൽ പ്രൂഫ്. ഇതിന് എന്താണ് തെളിവ്? ദേവദത്ത്, प्रमाण, अरे प्रमाण क्या, मैंने इसे मारा है, इसके शरीर में मेरा तीर लगा है. ദേവദത്ത് പറയുന്നു, പ്രമാൺ, തെളിവ് എന്തിനാണ്? അരേ പ്രമാൺ ക്യാ, എന്ത് തെളിവ്, എന്ത് പ്രൂഫ്? മേനെ ഇസെ മാരാ ഹെ, ഞാനാണ് ഇതിനെ അമ്പ ചെയ്തത്. ഇസ്കെ ശരീർ മേ മേരാ തീർ ലഗാ ഹെ, ഇതിൻ്റെ ശരീരത്തിൽ എൻ്റെ അമ്പാണ് തറച്ചിരിക്കുന്നത്. സിദ്ധാർത്ഥ്, തുമ്നെ മാരാ ഹെ പരന്തു മേനെ ബച്ചായാ ഹെ. നീയാണ് അമ്പ ചെയ്തത്, പക്ഷേ രക്ഷിച്ചത് ഞാനാണ്. ഇസ്ലിയെ യ ഹംസ് മേരാ ഹെ, അതുകൊണ്ട് ഈ രാജഹംസം എൻ്റേതാണ്. മേ തുമേ നഹീ ദൂങ്ക, ഞാൻ നിനക്ക് തരില്ല. ദേവദത്ത്, തുമേ ദേനാ ഹോഗ സിദ്ധാർത്ഥ്, നിനക്ക് നൽകേണ്ടതായി തന്നെ വരും. സിദ്ധാർത്ഥ്, മേ നഹീ ദൂങ്ക ദേവദത്ത്, ഞാൻ നൽകില്ല. ദേവദത്ത്, തും രാജ്കുമാർ ഹോ ഇസ്ലിയെ ദൗസ് ജമാനാ ചാഹത്തെ ഹോ, पर यह न भूलना मैं भी राजकुमार हूँ. നീ രാജകുമാരനാണ്, അതുകൊണ്ടാണ് ദൗസ് ജമാന എന്ന് പറഞ്ഞാൽ എന്താണ്? കിസി പർ അപ്നി ധാക് ജമാന, അതായത്
തൻ്റെ അധികാരം കാണിക്കുക, രാജകുമാരനാണെന്നുള്ള അധികാരം കാണിക്കുക. അങ്ങനെയാണ് നീ ചെയ്യുന്നത്. പർ യഹ് ന ഭൂൽന മേ ബി രാജകുമാർ ഹൂം. ഇത് നീ മറക്കണ്ട, ഞാനും രാജകുമാരനാണ്. സിദ്ധാർത്ഥ് മുസ്കുരാക്കർ. സിദ്ധാർത്ഥ് ചിരിച്ചുകൊണ്ട് പറയുകയാണ്, മേ കബ് കഹത്താ ഹൂ തും രാജകുമാർ നഹീ ഹോ. ഞാൻ എപ്പോഴാണ് പറയാറുള്ളത് നീ രാജകുമാരനല്ല എന്ന്. പർ ഉസ്സെ ക്യാ ഹോത്താ ഹെ. പക്ഷെ അതുകൊണ്ട് എന്താണ് കാര്യം. മേ യ ഹംസ് തുംകോ കബി നഹീ ദൂങ്ക. ഞാൻ ഈ ഹംസത്തെ നിനക്ക് ഒരിക്കലും നൽകില്ല. ആ സമയത്ത് സഖാക്ക പ്രവേശ്. സ്റ്റേജിൽ കൂട്ടുകാരൻ പ്രവേശിക്കുന്നു. സിദ്ധാർത്ഥിൻ്റെ കൂട്ടുകാരൻ പ്രവേശിക്കുന്നു. വ അജരജ് സെ ദേവദത്ത് കോ ദേഖ്താ ഹെ. അദ്ദേഹം ആശ്ചര്യത്തോടു കൂടി ദേവദത്തിനെ നോക്കുന്നു. ഫിർ ഹൻസ് കോ മർഹം ലഗാത്താ ഹെ. പിന്നീട് ഹംസത്തിന് മരുന്ന് പുരട്ടി കൊടുക്കുന്നു. ഹൻസ് ഫഡ്ഫഡാത്താ ഹെ. ഹംസം ചിറകടിക്കുന്നു, പിടയ്ക്കുന്നു. ഗോതിമേ ചിപക് ജാത്താ ഹെ. മടിയിലങ്ങ് പതുങ്ങി കിടക്കുന്നു, പറ്റി കിടക്കുന്നു. और फिर शांत हो जाता है. പിന്നീട് ശാന്തനാകുന്നു. ദേവദത്ത് കുമാർ मैं हंस लेकर छोड़ूंगा यह मेरा है. കുമാര, ഞാൻ ഈ ഹംസത്തെയും കൊണ്ടേ പോവുകയുള്ളൂ, ഇത് എൻ്റേതാണ് എന്ന് ദേവദത്ത് പറയുന്നു. സിദ്ധാർത്ഥ് ദേഖാ ജായേഗ. നമുക്ക് കാണാം. അപ്പോൾ ദേവദത്ത് തിൽ മിലാക്കർ. കുമാർ തിൽ മിലാക്കർ എന്ന് പറഞ്ഞാൽ ദേഷ്യത്തോടു കൂടി അസ്വസ്ഥനായിക്കൊണ്ട് കോപാകുലനായിക്കൊണ്ട് അദ്ദേഹം പറയുന്നു കുമാർ. സിദ്ധാർത്ഥ് ശാന്ത സ്വർ. ശാന്തമായ സ്വരത്തിൽ സിദ്ധാർത്ഥ് പറയുന്നു, ടീക് ഹെ ദേവദത്ത് മേ വിവശ് ഹൂം. ഞാൻ നിർബന്ധിതനാണ്. ശരി ദേവദത്ത, ഞാൻ നിർബന്ധിതനാണ്, ഞാനിതിനെ നൽകില്ല. സഖ കുമാർ ക്ഷമ കരെ മേ കുച്ച് നിവേദൻ കരോ. കുമാര ക്ഷമിക്കണം, ഞാൻ ഒന്ന് റിക്വസ്റ്റ് ചെയ്യട്ടെ, കുറച്ച് കാര്യങ്ങൾ അപേക്ഷിക്കുകയാണ് എന്ന് പറയുന്നു കൂട്ടുകാരൻ. നിവേദൻ എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ്. സിദ്ധാർത്ഥ് കഹോ മിത്ര. പറയൂ കൂട്ടുകാരാ. സഖ ആപ്കാ ജഗഡ ഇസ് പ്രകാർ നഹി സുലജ് സക്ത. നിങ്ങളുടെ വഴക്ക് ഇപ്രകാരം നഹി സുലജ് സക്ത എന്ന് പറഞ്ഞാൽ പരിഹരിക്കപ്പെടില്ല. സുലജന എന്ന് പറഞ്ഞാൽ പരിഹരിക്കപ്പെടുക. അപ്പോൾ ഇത് സോൾവ് ആകില്ല. മേരാ സുജാവ് ഹേ കി ഹമേ മഹാരാജ് കെ പാസ് ചലനാ ചാഹിയെ. മേരാ സുജാവ്, എൻ്റെ നിർദ്ദേശം ഇതാണ്, നമുക്ക് മഹാരാജാവിൻ്റെ അടുത്തേക്ക് പോകണം. അതാണ് ശരിയായ തീരുമാനം, അതാണ് ഞാൻ നിർദ്ദേശിക്കുന്നത്. ദേവദത്ത് ക്രോധ് സെ, അതായത് ക്രോധത്തോടു കൂടി ദേഷ്യത്തോടു കൂടി മേ അബി മഹാരാജ് കെ പാസ് ജാത്താ ഹൂം. ഞാനിപ്പോൾ തന്നെ മഹാരാജാവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. മേ ഉൻസെ തുമാരി ഷിക്കായത്ത് കരൂങ്ക. ഞാൻ അദ്ദേഹത്തോട് നിന്നെക്കുറിച്ച് പരാതി പറയും. മേ തബ് ദേഖൂങ്ക കി തും മേരാ ഹൻസ് മുझे കേസെ നഹി ലൗട്ടാത്തെ. അപ്പോൾ നമുക്ക് കാണാം, എനിക്ക് കാണണം നീ എങ്ങനെയാണ് എൻ്റെ ഹംസത്തെ തിരിച്ച് നൽകാത്തത്, അതെനിക്ക് കാണണം. ഞാൻ മഹാരാജാവിനോട് പരാതി പറയാൻ പോവുകയാണ്. സിദ്ധാർത്ഥ് ആവോ മിത്ര ഹം ഭി ചലെ. വരൂ കൂട്ടുകാരെ, നമുക്കും പോകാം. മഹാരാജ് ഹി ഇസ്ക നിർണയ കരേങ്കെ. മഹാരാജാവ് തന്നെ ഇതിനൊരു തീരുമാനമെടുക്കും. സഖ ചലോ കുമാർ. വരൂ പോകാം കുമാര. ദോനോ ജാത്തെ ഹെ പർദ ഗിർത്താ ഹെ. അപ്പോൾ രണ്ടുപേരും പോകുന്നു, മഹാരാജാവിൻ്റെ അടുത്തേക്ക് പോകുന്നു. കർട്ടൻ താഴുന്നു. ഇനി അടുത്ത ദൃശ്യം, ദൂസര ദൃശ്യം. മഞ്ച് പർ മഹാരാജ് ശുദ്ധോധൻ കി സഭാ കാ ദൃശ്യം. അപ്പോൾ സ്റ്റേജിൽ മഹാരാജാവ് ശുദ്ധോധൻ്റെ ആ സഭയുടെ ഒരു ദൃശ്യമാണ്. മുഖ്യമന്ത്രി അപ്പനെ ആസൻ പർ ബേട്ടെ ഹെ. എല്ലാ മന്ത്രിമാരും അവരവരുടെ സീറ്റിൽ ഇരിക്കുകയാണ്, അവരവരുടെ ചെയറിൽ ഇരിക്കുകയാണ്. മഹാരാജ് കാ ആസൻ കുച്ച് ഊഞ്ച. മഹാരാജാവിൻ്റെ ഇരിപ്പിടം ഉയർന്നിട്ടാണുള്ളത്. മന്ത്രി ഈ സമയം കുച്ച് നിവേദൻ കർ രഹേ ഹെ. മന്ത്രി ഈ സമയത്ത് എന്തൊക്കെയോ സമർപ്പിക്കുകയാണ്, എന്തൊക്കെയോ അപേക്ഷിക്കുകയാണ്, രാജാവിനോട് അപേക്ഷിക്കുകയാണ്. ഈ സമയത്ത് പ്രതിഹാരി പ്രവേശ് കർത്താ ഹെ. പ്രതിഹാരി അങ്ങോട്ട് പ്രവേശിക്കുന്നു, രാജസദസ്സിലേക്ക് പ്രവേശിക്കുന്നു. പ്രതിഹാരി എന്ന് പറഞ്ഞാൽ രാജസദസ്സിൻ്റെ കവാടത്തിൻ്റെ കാവൽക്കാരൻ. പ്രണാം കർക്കെ വ ഖടാ ഹോ ജാത്താ ഹെ. രാജാവിനെ വണങ്ങിക്കൊണ്ട് അവിടെ നിൽക്കുന്നു. മഹാരാജ് പൂച്ച്തേ ഹെ. മഹാരാജാവ് ചോദിക്കുന്നു. മഹാരാജ് ക്യാ ഹെ പ്രതിഹാരി. എന്താണ് പ്രതിഹാരി, എന്താണ് കാര്യം. പ്രതിഹാരി മഹാരാജ് കി ജയ് ഹോ. മഹാരാജാവ് ജയിക്കട്ടെ. രാജ്കുമാർ ദേവദത്ത് ആനെ കി ആജ്ഞ ചാത്തേ ഹെ. രാജകുമാരൻ ദേവദത്ത് ഇവിടേക്ക് വരാൻ അനുമതി ചോദിക്കുന്നു. മഹാരാജ് ഇസ് സമയം ആനേതോ. ഈ സമയത്തോ. വരാൻ പറഞ്ഞോളൂ.
പ്രതിഹാരി ലൗട്ട്താ ഹെ, പ്രതിഹാരി തിരിച്ചു പോകുന്നു. മന്ത്രി ഫിർ കുച്ച് കഹനെ ലഗ്തെ ഹെ, മന്ത്രി വീണ്ടും എന്തോ പറയാനായി തുടങ്ങുന്നു. കുച്ച് ഹി ക്ഷണമേ ദേവദത്ത് പ്രവേശ് കർത്തെ, കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് തന്നെ ദേവദത്ത് അവിടേക്ക് പ്രവേശിക്കുന്നു. ദേവദത്ത് മേ മഹാരാജ് കോ പ്രണാം കർത്താ ഹൂം, ഞാൻ മഹാരാജാവിനെ വണങ്ങുന്നു. മഹാരാജ് ദേവദത്ത് കഹോ ഇസ് സമയ കേസെ ആയേ, ക്യാ ഉദ്യാൻ മേ നഹി ഗയേ, ദേവദത്ത് പറയൂ ഈ സമയത്ത് എന്താണ് വന്നത്, ഉദ്യാനത്തിൽ പോയില്ലേ. ദേവദത്ത് മഹാരാജ് മേ ആപ്സെ ന്യായ് ചാഹത്താ ഹൂം, ഞാൻ നിങ്ങളിൽ നിന്ന് ന്യായം ആഗ്രഹിക്കുന്നു, നീതി ആഗ്രഹിക്കുന്നു. രാജ്കുമാർ മേരാ ഹംസ് നഹി ദേത്തെ, രാജകുമാരൻ സിദ്ധാർത്ഥ് എൻ്റെ രാജഹംസത്തെ നൽകുന്നില്ല. മഹാരാജ് മുസ്കുരാക്കർ, ചിരിച്ചുകൊണ്ട്, രാജകുമാർ സിദ്ധാർത്ഥ്, രാജകുമാരൻ സിദ്ധാർത്ഥോ. ദേവദത്ത് ഹാ മഹാരാജ്. മഹാരാജ് ഉസ്നെ തുമാര ഹംസ് ചീൻ ലിയാ ഹെ, അവൻ നിന്റെ ഹംസത്തെ തട്ടിയെടുത്തോ. ദേവദത്ത് ഹാ മഹാരാജ്, മേനെ ഉടുത്തെ ഹുവെ ഹംസ് കോ അപ്പനെ തീർ സെ മാരാ താ. ഹാ മഹാരാജാവേ, ഞാൻ പറന്നു പോയിക്കൊണ്ടിരുന്ന ഹംസത്തെ അമ്പെയ്ത് വീഴ്ത്തിയതായിരുന്നു. വഹ് രാജ്കുമാർ കെ പാസ് ജാഗിര, അത് രാജകുമാരൻ്റെ അടുത്ത് പോയി വീണു. വേ അബ് ഉസെ നെഹി ലൗട്ടാത്തെ, ഇപ്പോൾ രാജകുമാരൻ എനിക്കത് തിരിച്ചു നൽകുന്നില്ല. ന്യായ് സെ വഹ് മേരാ ഹെ, ന്യായം കൊണ്ട് അത് എൻ്റേതാണ്. മഹാരാജ് കുമാർ അബ് കഹാ ഹെ, കുമാരൻ ഇപ്പോൾ എവിടെയാണുള്ളത്, സിദ്ധാർത്ഥ് ഇപ്പോൾ എവിടെയാണുള്ളത്. ദേവദത്ത് ഉദ്യാൻ മേ മഹാരാജ്, ഉദ്യാനത്തിലുണ്ട് മഹാരാജാവേ. മഹാരാജ് പ്രതിഹാരി കുമാർ സെ കഹോ കി മഹാരാജ് ഉനെ യാദ് കർത്തെ ഹെ, പ്രതിഹാരി കുമാരനോട് പറയൂ മഹാരാജാവ് ഓർക്കുന്നു, അതായത് മഹാരാജാവ് വിളിക്കുന്നു എന്ന് പറയുന്നു. പ്രതിഹാരി എന്ത് ചെയ്യുന്നു, ജോ ആജ്ഞ മഹാരാജ്, മഹാരാജാവിൻ്റെ ആജ്ഞ പോലെ എന്ന് പറയുന്നു. പ്രതിഹാരി പ്രണാം കർക്കെ മുടുത്താ ഹെ കി തബി രാജകുമാർ സിദ്ധാർത്ഥ് ഹംസ് കോ ഗോദ് മേ ലിയെ വഹാ പ്രവേശ് കർത്തെ ഹെ. അപ്പോൾ പ്രതിഹാരി വണങ്ങിക്കൊണ്ട് രാജാവിനെ വണങ്ങിക്കൊണ്ട് തിരിയുമ്പോഴേക്കും രാജകുമാരൻ സിദ്ധാർത്ഥ് അവിടേക്ക് ഹംസത്തെയും എടുത്തുകൊണ്ട് പ്രവേശിക്കുന്നു. സിദ്ധാർത്ഥ് ആപ്കോ പ്രണാം കർത്താ ഹെ മഹാരാജ്, സിദ്ധാർത്ഥ് താങ്കളെ പ്രണമിക്കുന്നു, വന്ദിക്കുന്നു മഹാരാജ്. സഖ മേ ബി മഹാരാജ് കോ പ്രണാം കർത്താ ഹൂം, ഞാനും മഹാരാജാവിനെ വണങ്ങുന്നു എന്ന് കൂട്ടുകാരനും പറയുന്നു. മഹാരാജ് സിദ്ധാർത്ഥ് ദേവദത്ത് കഹത്താ ഹെ കി തുമ്നെ ഉസ്ക ഹൻസ് ചീനാ ഹെ, അപ്പോൾ മഹാരാജാവ് പറയുന്നു, സിദ്ധാർത്ഥ് ദേവദത്ത് പറയുന്നു നീ അവൻ്റെ ഹംസത്തെ തട്ടിയെടുത്തെന്ന്. ക്യാ യഹ് ടീക് ഹെ, ഇത് ശരിയാണോ. യഹ് ജോ ഹംസ് തുമാരി ഗോദ് മേ ഹെ ക്യാ യഹ് വഹി ഹംസ് ഹെ, ഈ ഹംസം നിൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഹംസം ദേവദത്തിൻ്റേതാണോ. ക്യാ യഹ് വഹി ഹംസ് ഹെ, ഇത് ആ രാജഹംസം തന്നെയാണോ. സിദ്ധാർത്ഥ് ജി മഹാരാജ് വഹി ഹെ, അതേ മഹാരാജാവേ അത് തന്നെയാണ്. മഹാരാജ് ക്യാ യഹ് ദേവദത്ത് കാ ഹെ, ഇത് ദേവദത്തിൻ്റേതാണോ. ജി നഹി യഹ് മേരാ ഹെ, സിദ്ധാർത്ഥ് പറയുന്നു അല്ല ഇത് എൻ്റേതാണ്. മഹാരാജ് യേ ഹംസ് മേരാ ഹെ ഇസ്കോ മേരാ തീർ ലഗാ ഹെ, രാജാവേ ഈ രാജഹംസം എൻ്റേതാണ്, ഇതിനെ ഞാനാണ് അമ്പെയ്ത് വീഴ്ത്തിയത്. മഹാരാജാവ് എന്ന് പറയുന്നു, ശാന്ത് ദേവദത്ത് ക്രോധ് മത് കരോ, ശാന്തനാവൂ ദേവദത്ത്, ദേഷ്യപ്പെടല്ലേ, കോപപ്പെടല്ലേ. തും കഹത്തെ ഹോ കി യേ ഹംസ് തുമാരാ ഹെ, നീ പറയുന്നു ഈ ഹംസം നിൻ്റേതാണ്. ക്യോങ്കി തുമ്നെ ഇസ്ക ആഖേഡ് കിയാ ഹെ, എന്തുകൊണ്ടെന്നാൽ നീ ഇതിനെ ഇരയാക്കിയിരിക്കുന്നു. ആഖേഡ് എന്ന് പറഞ്ഞാൽ ഷിക്കാർ, നീ ഇതിനെ വേട്ടയാടിയിരിക്കുന്നു, അതുകൊണ്ട് നീ നിൻ്റേതാണെന്ന് പറയുന്നു. ദേവദത്ത് ജി മഹാരാജ്, അതേ മഹാരാജാവേ. മഹാരാജ് ക്യോ സിദ്ധാർത്ഥ് ദേവദത്ത് ടീക് കഹത്താ ഹെ, എന്താണ് സിദ്ധാർത്ഥ് ദേവദത്ത് ശരിയല്ലേ പറയുന്നത്. സിദ്ധാർത്ഥ് ജി മഹാരാജ് ഹംസ് കാ ആഖേഡ് ദേവദത്ത് നെ കിയാ ഹെ, അതേ മഹാരാജാവേ ഹംസത്തെ വേട്ടയാടിയത് ദേവദത്ത് തന്നെയാണ്. മഹാരാജ് തോ ഫിർ തും കേസെ കഹത്തെ ഹോ കി യേ ഹംസ് തുമാരാ ഹെ, പക്ഷേ നീ എങ്ങനെയാണ് പറയുന്നത് ഇത് നിൻ്റേതാണെന്ന്, ഈ ഹംസം നിൻ്റേതാണെന്ന് നീ എങ്ങനെയാണ് പറയുന്നത്. സിദ്ധാർത്ഥ് മഹാരാജ് ദേവദത്ത് നെ ഹംസ് കോ മാരാ ഹെ പരന്തു മേനെ ഉസെ ബച്ചായാ ഹെ, മഹാരാജാവേ ദേവദത്ത് രാജഹംസത്തെ അമ്പെയ്ത് വീഴ്ത്തിയതാണ്, എറിഞ്ഞ് വീഴ്ത്തിയതാണ്, പക്ഷേ ഞാൻ അതിനെ രക്ഷിച്ചതാണ്. ബച്ചാനെ വാല മാർനെ വാലെ സെ ബഡാ ഹോത്താ ഹെ, രക്ഷിക്കുന്ന ആൾ അതിനെ കൊല്ലുന്ന ആളേക്കാളും വലിയ ആളാകുന്നു, മഹാനാകുന്നു.
സഭാമേ ഹർഷധ്വനി. ആ സഭയിലെല്ലാവരും ചിരിക്കാനായി തുടങ്ങി. മഹാരാജ് പർ സിദ്ധാർത്ഥ് വീർ അപ്ന ആഖേഡ് നഹി ചോട് സക്ത. പക്ഷേ സിദ്ധാർത്ഥ്, ഒരു വീരന് തൻ്റെ ഇരയെ ഒഴിവാക്കാൻ പറ്റില്ല, വിട്ടുകളയാൻ പറ്റില്ല. സിദ്ധാർത്ഥ് ടീക് ഹെ മഹാരാജ് വീർ അപ്ന ആഖേഡ് നഹി ചോട് സക്ത. ശരിയാണ് മഹാരാജാവേ, ഒരു വീരന് തൻ്റെ ആഖേഡ്, തൻ്റെ ഇരയെ ഒഴിവാക്കാൻ പറ്റില്ല. പരന്തു പക്ഷേ വീർ ശരണാഗത് കോ ബി നഹി ചോട് സക്ത. ഒരു വീരന് തൻ്റെ അഭയം തേടി വന്ന ആളെയും ഒഴിവാക്കാൻ പറ്റില്ല. തന്നോട് സഹായം ചോദിച്ച് വന്ന, അഭയം തേടി വന്ന ആളെയും ഒഴിവാക്കാൻ പറ്റില്ല. ഹൻസ് മേരി ശരൺ മേ ആ ചുക്കാ ഹെ. ഈ ഹംസം എൻ്റെ അഭയം തേടി വന്നതാണ്, എൻ്റെ അടുത്ത് വന്നതാണ്. മേ ഉസെ നഹി ലൗട്ടാവുങ്ക. ഞാൻ അതിനെ തിരിച്ചു നൽകില്ല. സഭാമേ ഫിർ ഹർഷ് ഉമടുത്താ ഹെ. സഭയിൽ വീണ്ടും എല്ലാവരും ചിരിക്കാനായിട്ട് തുടങ്ങുന്നു. രാജകുമാർ ശാന്ത മനസ്സെ ഹൻസ്കോ സഹലാത്തെ രഹത്തെ ഹെ. രാജകുമാരൻ ശാന്തമായ മനസ്സുകൊണ്ട് ഹംസത്തെ തലോടിക്കൊണ്ട് ഇരിക്കുന്നു. സഹലാത്തെ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ സ്നേഹത്തോടു കൂടി തലോടിക്കൊണ്ട് ഇരിക്കുന്നു. മഹാരാജ് കി ആँखों में സ്നേഹപൂരിത് ഗർവ് ഹെ. ദേവദത്ത് ദിൽ മിലാത്ത ഹെ. മഹാരാജാവിൻ്റെ കണ്ണുകളിൽ സ്നേഹപൂരിത്, അതായത് സ്നേഹം നിറഞ്ഞ ഒരു അഭിമാനമാണ്. ദേവദത്ത് ദിൽ മിലാത്ത ഹെ. ദേവദത്തിനാകെ ടെൻഷനാകുന്നു, ദേവദത്ത് അസ്വസ്ഥനാകുന്നു, പരേഷാനാകുന്നു. ദേവദത്ത് മഹാരാജ് मैंने पहले हंस को मारा है इसलिए वह मेरा है. ദേവദത്ത് പറയുന്നു, മഹാരാജാവേ, ഞാനാണ് ആദ്യം ഹംസത്തെ എറിഞ്ഞു വീഴ്ത്തിയത്, അമ്പെയ്ത് വീഴ്ത്തിയത്, അതുകൊണ്ട് അത് എൻ്റേതാണ്. സിദ്ധാർത്ഥ് പെഹലെ മാരാത്ത തബീ തോ വഹ് മേരി ശരൺ മേ ആയാ ഹെ. ആദ്യം എറിഞ്ഞു വീഴ്ത്തി, അതുകൊണ്ടാണല്ലോ എൻ്റെ അഭയം തേടി വന്നത്. ബിനാ മാരെ വഹ് മേരി ശരൺ മേ കേസെ ആത്താം. അതിനെ അമ്പെയ്ത് വീഴ്ത്താതെ അത് എൻ്റെ അടുത്ത് എങ്ങനെയാണ് എത്തുക? സബ് ലോഗ് സ്തംഭിത് ഹോക്കർ ഏക് ദൂസറേക്കോ ദേഖ്തേ ഹെ. എല്ലാവരും ഷോക്കേറ്റതുപോലെ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. മഹാരാജ് മന്ത്രി ജി സമസ്യ ജട്ടിൽ ഹെ, ആപ് കുച്ച് രാസ്ത സുജാ സക്തേ ഹെ. മന്ത്രി, ഈ പ്രശ്നം ജട്ടിൽ ഹെ, അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രശ്നമാണ്, സങ്കീർണമായൊരു പ്രശ്നമാണ്. ആപ് കുച്ച് രാസ്ത സുജാ സക്തേ ഹെ. നിങ്ങൾക്ക് എന്തെങ്കിലും വഴി കാണാൻ കഴിയുമോ, നിർദ്ദേശിക്കാൻ കഴിയുമോ? മന്ത്രി മഹാരാജ് സമസ്യ ബഡി ആസാൻ ഹെ. ഈ പ്രോബ്ലം സിമ്പിളാണ്. മുझे ആജ്ഞ ദേ തോ മേ അഭി ഇസ്കാ നിർണയ് കിയേ ദേത്താ ഹൂം. എനിക്ക് നിങ്ങൾ ആജ്ഞ തന്നാൽ ഞാൻ ഇപ്പം തന്നെ ഇതിന് ഒരു തീരുമാനം പറഞ്ഞു തരാം. മഹാരാജ് ഹർഷിത് ഹോക്കർ ചിരിച്ചുകൊണ്ട് നേക്കി ഓർ പൂച്ച് പൂച്ച് മന്ത്രി ജി യഹി തോ ഹം ചാഹത്തെ ഹെ. നേക്കി ഓർ പൂച്ച് പൂച്ച് എന്ന് പറഞ്ഞാൽ ഇതൊരു മുഹാവരയാണ്, അതായത് ഹിന്ദിയിലെ ഭാഷാശൈലിയാണ്. ഇതിൻ്റെ അർത്ഥം अच्छा काम करने के लिए पूछने की कोई आवश्यकता नहीं होती बल्कि उसे बेझिझक करना चाहिए. അതായത് ഒരു നല്ല കാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ആരെങ്കിലും സഹായിക്കാൻ ചോദിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഒരു മടിയും കൂടാതെ ചെയ്യുകയാണ് വേണ്ടത്. ബേജിജക് എന്ന് പറഞ്ഞാൽ ഒരു മടിയും കൂടാതെ. മന്ത്രി തോ അഭി ദേഖിയ മഹാരാജ് കുമാർ ദേവദത്ത് തും കഹത്തെ ഹോ കി ഹൻസ് തുമാരാ ഹെ. എന്നാൽ ഇപ്പോൾ കണ്ടോളൂ മഹാരാജാവേ, തിരിഞ്ഞുകൊണ്ട് കുമാർ ദേവദത്ത് തും കഹത്തെ ഹോ കി ഹൻസ് തുമാരാ ഹെ. നീ പറയുന്നു ഈ ഹംസം നിൻ്റേതാണ്. ദേവദത്ത് ജി ഹാ ഹൻസ് മേരാ ഹെ, മേനെ ഉസെ തീർ മാർക്കർ ഗിരായ ഹെ. അതേ, ഹംസം എൻ്റേതാണ്, ഞാൻ അതിനെ അമ്പെയ്ത് വീഴ്ത്തിയതാണ്. മന്ത്രി ടീക് ഹെ രാജ്കുമാർ സിദ്ധാർത്ഥ് തും കഹത്തെ ഹോ കി ഹംസ് തുമാരാ ഹെ. ശരി രാജ്കുമാർ സിദ്ധാർത്ഥ്, നീ പറയുന്നു ഹംസം നിൻ്റേതാണെന്ന് പറയുന്നു. സിദ്ധാർത്ഥ് ജി മന്ത്രി ജി മേനെ ഉസെ ബച്ചായ ഹെ. അതേ മന്ത്രി ജി, ഞാൻ ആണ് ഹംസത്തെ രക്ഷിച്ചത്. മന്ത്രി ടീക് ഹെ രാജ്കുമാർ തും ഹൻസ് കോ യഹാ ഇസ് ആസൻ പർ ബൈഠാ ദോ. ശരി രാജകുമാര, നീ ഹംസത്തെ ഈ ഇരിപ്പിടത്തിൽ ഇരുത്തു. സിദ്ധാർത്ഥ് ജി ബൈഠാത്താ ഹൂം. ശരി, ഇരുത്താം. രാജകുമാർ ആകെ ബഡ്കർ ഹൻസ് കോ ആസൻ പർ ബൈഠാ ദേത്തെ ഹെ. രാജകുമാരൻ മുന്നോട്ട് വന്നിട്ട് ഹംസത്തെ ഇരിപ്പിടത്തിൽ ഇരുത്തുന്നു. ഹൻസ് ഫഡ്ഫഡാത്താ ഹെ. ഹംസം ചിറകടിക്കുന്നു. രാജ്കുമാർ ഉസെ പുച്കാരത്തെ ഹെ. രാജകുമാരൻ അതിനെ തലോടുന്നു, കൈകൊണ്ട് തഴുകുന്നു. സിദ്ധാർത്ഥ് ഡരോ നഹി മിത്ര തുമേ കോയി കുച്ച് നഹി കഹേഗ മേ യഹി ഹൂം. അപ്പോൾ സിദ്ധാർത്ഥ്,
ഹംസത്തോട് പറയുന്നു, ഡറോ നഹി മിത്ര, പേടിക്കണ്ട കൂട്ടുകാര, തുമേ കോയി കുച്ച് നഹി കഹേഗ, നിന്നെ ആരും ഒന്നും പറയില്ല. മേ യഹി ഹൂ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. പീച്ചെ ഹട്ട് ജാത്തെ ഹെ, എന്നിട്ട് പുറകോട്ട് നിൽക്കുന്നു. മന്ത്രി പുറകോട്ട് മാറി നിൽക്കുന്നു. സിദ്ധാർത്ഥ്, മന്ത്രി കുമാർ ദേവദത്ത് ഹൻസ് യഹാ ആസൻ പർ ബൈഠാ ഹെ, തും ഇസെ ബുലാവോ തോ. കുമാർ ദേവദത്ത് കുമാര ദേവദത്ത്, ഹൻസ് ഇവിടെ ഇരിപ്പിടത്തിൽ ഇരിക്കുന്നുണ്ട്. തും ഇസെ ബുലാവോ തോ, നീ ഇതിനൊന്ന് വിളിക്കൂ. സഭ അച്ചരച്ച് സെ ഭർക്കർ ദേവദത്ത് കോ ദേഖ്തി ഹെ, സഭയിലുള്ള ആളുകളെല്ലാം ആശ്ചര്യത്തോടു കൂടി ദേവദത്തിനെ നോക്കുന്നു. വഹ് ആകെ ബഡ്കർ ഹൻസ് കോ പുച്കാർത്തെ ഹെ, ദേവദത്ത് എന്ത് ചെയ്യുന്നു, മുന്നോട്ട് വന്നിട്ട് ഹംസത്തെ തൊട്ട് തലോടുന്നു. ദേവദത്ത് പുച്കാർക്കർ ആവോ മേരെ പാസ് ആവോ, ഇങ്ങനെ തഴുകിക്കൊണ്ട് പറയുന്നു, വരൂ, എൻ്റെ അടുത്തേക്ക് വരൂ. പക്ഷി ഡർക്കർ ഫടാത്ത ഓർ ചീക്ക്താ ഹെ, പക്ഷി പേടിച്ചുകൊണ്ട് ചിറകടിക്കുന്നു, പിടയ്ക്കുന്നു, എന്നിട്ട് ഇങ്ങനെ അലറുന്നു, ശബ്ദമുണ്ടാക്കുന്നു. മന്ത്രി കുമാർ ദേവദത്ത് ഹൻസ് തുമാരെ പാസ് നഹി ആനാ ചാഹത്ത, കുമാര ദേവദത്ത്, ഹംസം നിൻ്റെ അടുത്ത് വരാൻ ആഗ്രഹിക്കുന്നില്ല. രാജകുമാർ സിദ്ധാർത്ഥ് അബ് തുമാരി ബാരി ഹെ, തും ബുലാവോ, രാജകുമാർ സിദ്ധാർത്ഥ്, ഇനി നിങ്ങളുടെ ഊഴമാണ്, നിങ്ങൾ വിളിക്കൂ. ദേവദത്ത് മുഹ് ലട്കായെ പീച്ചെ ഹട്ട്ത്തെ ഹെ ഓർ സിദ്ധാർത്ഥ് ആകെ ബഡ്ത്തെ ഹെ, സഭ സ്തംഭിത് ഹെ. അപ്പം ദേവദത്ത് പുറകോട്ട് മാറുന്നു, സിദ്ധാർത്ഥ് മുന്നോട്ട് വരുന്നു. സഭയിലുള്ളവരെല്ലാം ആശ്ചര്യപ്പെട്ട് നിൽക്കുന്നു. മുഹ് ലട്കായ എന്ന് പറഞ്ഞാൽ ഇതൊരു മുഹാവരയാണ്. ദുഃഖി, ഉദാസിയ, നിരാശോന, അതായത് ദുഃഖിതനായിക്കൊണ്ട്, നിരാശനായിക്കൊണ്ട് എന്നൊക്കെയാണ് അർത്ഥം. സിദ്ധാർത്ഥ് പ്യാർ സെ ആവോ മിത്ര, മേരി ഗോദ് മേ ആ ജാവോ, ആവോ വരൂ കൂട്ടുകാര, എൻ്റെ അടുത്തേക്ക് വരൂ, അടുത്തേക്ക് വരൂ എന്ന് പറയുന്നു, എൻ്റെ മടിയിലേക്ക് വരൂ. सिद्धार्थ के कान से स्नेहपूरित शब्द निकलते ही हंस एकदम उड़कर उनकी गोद में आ चिपकता है. സിദ്ധാർത്ഥിൻ്റെ വായിൽ നിന്ന്, തൊണ്ടയിൽ നിന്ന് സ്നേഹപൂരിതമായ ആ ശബ്ദം പുറത്തേക്ക് വന്നപ്പോഴേക്കും രാജഹംസം പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് ഉൻകി ഗോദമേ ആ ചിപക്തായ, സിദ്ധാർത്ഥിൻ്റെ മടിയിൽ വന്ന് പതുങ്ങി കിടക്കുന്നു. മഹാരാജ് കെ നേത്ര സജൽ ഹോ ജാതാ ഹെ, മഹാരാജാവിൻ്റെ കണ്ണുനീര് ഒഴുകുന്നു, മഹാരാജാവിൻ്റെ കണ്ണ് നിറയുന്നു. സജൽ എന്ന് പറഞ്ഞാൽ ജലയുക്തം. മന്ത്രി ഗംഭീർ സ്വരമേ കഹത്തെ ഹെ, അപ്പോൾ മന്ത്രി ഇങ്ങനെ പറയുന്നു. मंत्री देखिए महाराज, पक्षी ने अपने आप इस प्रश्न का निर्णय कर दिया है. പക്ഷി സ്വയം തന്നെ ഈ പ്രശ്നത്തിനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. വ രാജകുമാർ സിദ്ധാർത്ഥ് കെ പാസ് രഹന ചാഹത്താ ഹെ, അത് കുമാരൻ സിദ്ധാർത്ഥിൻ്റെ അടുത്താണ് നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. വ ഉനീക്കോ മിലെ, പക്ഷിയെ അദ്ദേഹത്തിന് തന്നെ കൊടുക്കണം. महाराज मंत्रीवर हमें तुम्हारा निर्णय स्वीकार है, हम आज्ञा देते हैं कि हंस राजकुमार सिद्धार्थ के पास रहें. हमें तुम्हारा निर्णय स्वीकार है, എനിക്ക് ഞാൻ നിങ്ങളുടെ തീരുമാനം സ്വീകരിച്ചിരിക്കുന്നു. ഹം ആജ്ഞാ ദേത്തെ ഹെ, ഞാൻ ആജ്ഞാപിക്കുന്നു. कि हंस राजकुमार सिद्धार्थ के पास रहे, രാജഹംസം സിദ്ധാർത്ഥിൻ്റെ അടുത്ത് തന്നെ നിൽക്കട്ടെ. ഗംഭീർ സ്വർ എന്ന് പറഞ്ഞാൽ നല്ല ഉയർന്ന ശബ്ദത്തിൽ, ഗാംഭീര്യത്തോടു കൂടി ഉയർന്ന ശബ്ദത്തിൽ. സഭ ഹർഷ് ഓർ ഉല്ലാസ് സെ ജയ് ജയ്ക്കാർ കരത്തി ഹെ, സഭയിലെ സന്തോഷവും ഉല്ലാസം, അതായത് സന്തോഷം ആനന്ദവും കൊണ്ട് ജയ് ജയ് വിളി മുഴങ്ങുന്നു. രാജകുമാർ സിദ്ധാർത്ഥ് പ്രേം സെ ഹൻസ് കോ ഛാത്തി സെ ചിപ്കാത്തെ ഹെ, രാജകുമാരൻ സിദ്ധാർത്ഥ് സ്നേഹത്തോടു കൂടി ഹംസത്തെ നെഞ്ചോട് ചേർക്കുന്നു. ദേവദത്ത് ഗർദൻ ജുക്കാ ലേത്താ ഹെ, ദേവദത്ത് കഴുത്ത്, അതായത് തല കുനിക്കുന്നു. ഗർദൻ ജുക്കാലത്തെ, അതായത് തല കുനിക്കുന്നു. മഹാരാജ് और മന്ത്രി ഹർഷ സെ മുസ്കുരാത്തെ ഹെ, മഹാരാജാവും മന്ത്രിയും സന്തോഷത്തോടു കൂടി ചിരിക്കുന്നു. പർദ ധീരെ ധീരെ ഗിർനെ ലഗ്താ ഹെ, കർട്ടൻ മെല്ലെ മെല്ലെ താഴുന്നു. രാജകുമാർ ജാത്തെ ദിഖായി ദേത്തെ ഹെ, രാജകുമാരൻ പോകുന്നതായിട്ട് കാണപ്പെടുന്നു. ഹൻസ് ഉൻകി ഗോദ് മേ ऐसे चिपका है जैसे बच्चा माँ की गोद में चिपक जाता है. അപ്പോൾ രാജകുമാരൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ, അദ്ദേഹത്തിൻ്റെ നെഞ്ചോട് ചേർന്നിട്ട് ഇങ്ങനെ പതുങ്ങിയിരിക്കുകയാണ് രാജഹംസം.
ജैसे ബച്ച മാക്കി ഗോതുമേ ചിപ്പക് ജാത്ത ഹെ. ഒരു കുഞ്ഞ് അമ്മയുടെ തോളിലിങ്ങനെ കിടക്കുന്നത് പോലെ കിടക്കുകയാണ്. ഹംസം പർദ പൂര ഗിർ ജാത്ത ഹെ. കാട്ടൻ മുഴുവനും താഴുന്നു. ആരാണ് എഴുതിയത്? വിഷ്ണു പ്രഭാകർ.